ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടറാണ്. അപ്പോൾ മാസ്റ്റർ സിലിണ്ടർ ലീക്കായിട്ട് ബ്രേക്കിൻ്റെ പെഡൽ താന്നു പോകുന്ന കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചവിട്ടുന്ന സമയത്ത് പെഡൽ ഒറ്റയടിക്ക് താന്നു പോവുക, നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് പെതുക്കെ പെഡൽ താന്നു പോവുക, അങ്ങനെ ഇവിടുന്ന് ലീക്കായിട്ട് ഇത് ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്കായ നമ്മൾ മാറിയൊരു മാസ്റ്റർ സിലിണ്ടറാണ്. അപ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ. ഇതാണ് ഇതിൻ്റെ പെഡലുമായിട്ട്, നമ്മുടെ ബ്രേക്ക് പെഡലുമായിട്ട് ഫിറ്റ് ചെയ്യുന്ന ഭാഗം. ഇത് റിസർവ് ടാങ്ക് വരുന്ന ഭാഗം. അത് ഇതിൽ ഒരു ടാങ്ക് വന്നിട്ട് അതിലാണ് നമ്മൾ ഫ്ലൂയിഡ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ രണ്ട് ഹോൾ വഴിയാണ് ഫ്ലൂയിഡ് താഴോട്ട് പോകുന്നത്. ഇത് ബ്രേക്ക് പൈപ്പ് ഫിറ്റ് ചെയ്യുന്നത്, ഫ്രണ്ട് പൈപ്പ് 2 വരുന്നത്, അതുപോലെ തന്നെ ബാക്ക് പൈപ്പ് 2 വരുന്നത്. അപ്പോൾ ചില വണ്ടിക്ക് 2 പൈപ്പ് മാത്രമേ കാണത്തുള്ളൂ, ചിലതിന് 4 പൈപ്പ് കാണും. അപ്പോൾ ഇവിടെ താഴെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. കാരണം ഈ സ്ക്രൂ വരുന്നത് ഇതിൻ്റെ താഴെ 2 പിസ്റ്റണാണ് ഇതിൽ വരുന്നത്. ഇവിടെ ഒരു പിസ്റ്റൺ വരുന്നുണ്ട്, ഇവിടെ ഒരു പിസ്റ്റൺ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിസ്റ്റണെ, ഈ ഏറ്റവും ബാക്കിലുള്ള പിസ്റ്റണെ ലോക്ക് ചെയ്ത് നിർത്താനാണ് ഈ സ്ക്രൂ ഇതിലുള്ളത്. അപ്പോൾ ഇത് ഓൾറെഡി ലീക്കായതാണ്. പെഡൽ താന്നു വന്ന് ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്കായി നമ്മൾ മാറിയൊരു മാസ്റ്റർ സിലിണ്ടറാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് പീസാക്കിയിട്ട് ഇതിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നത്. സാധാരണ ഇതിൽ 2 പിസ്റ്റണ്, സ്പ്രിങ്, വാഷറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിനുള്ളിലായിട്ട് ഒരു സർക്ലിപ്പ് ലോക്ക് ഉണ്ട്, അത് നമുക്ക് അഴിച്ചെടുക്കേണ്ടതായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. ഇവിടെ എന്നിട്ട് നോക്കാം. ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സർക്ലിപ്പ് ലോക്ക് വരുന്നത്. ഈ 2 ലെഗിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ടൈപ്പ് സർക്ലിപ്പ് ലോക്ക് പ്ലെയർ കൊണ്ട് ഇവിടെ പ്രസ് ചെയ്ത് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സർക്ലിപ്പ് ലോക്ക് ഇങ്ങനെ ഊരി പുറത്ത് കഴിഞ്ഞാൽ ഈ റോഡ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അത് അഴിച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ സ്ക്രൂ നമുക്ക് ലൂസ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്കിത് അഴിച്ചെടുക്കാം. ഈ സർക്യൂട്ട് ലോക്ക് ഊരി എടുത്തിട്ടുണ്ട്, ജസ്റ്റ് പ്രസ് ചെയ്തു വലിച്ച് ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റോഡ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പോരും. ഇത് ബ്രേക്കിൽ കണക്ട് ചെയ്യുന്ന ഭാഗമാണ്, ഇതിൻ്റെ ബൂട്ടാണ്. ഇത് നമ്മൾ ഊരി മാറ്റി വെച്ചു. ഇനി വരുന്നത് ഈ ഒരു പിസ്റ്റനാണ്. ഇത് ജസ്റ്റ് താഴോട്ട് കൊട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പിസ്റ്റൺ മാത്രം ഇങ്ങനെ ഊരി വരും. ഇപ്പോൾ ഡസ്റ്റ് നല്ലപോലെ ഇരിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ തട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പിസ്റ്റൺ ഇങ്ങനെ ഊരി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ പോർഷൻ വരുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ പിസ്റ്റനോടെ ഇങ്ങനെ ഊരിയെടുക്കാം. ഓക്കെ, ഇതിൽ 2 വാഷർ വരുന്നുണ്ട്, 1, 2 സ്പ്രിങ്. ഇത് ഓൾറെഡി സ്പ്രിങ് ഇതിൽ ടൈറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ടൈപ്പാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സ്റ്റാർ ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ സ്റ്റാർ ഊരിയിട്ട് നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിനുള്ളിൽ ഒരു സ്പ്രിങ്, അതുപോലെ തന്നെ വാഷർ വരുന്നുണ്ട്. ഇതിനുള്ളിൽ അറ്റാച്ച് ആവുന്നത് ആദ്യം നമുക്ക് ഇതിനുള്ളിൽ ഇത് കയറി വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ വാഷർ ഈ പോർഷനിലാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ അഴിച്ചെടുത്തപ്പോൾ ഊരിപ്പോയതുകൊണ്ടാണ് കാണാൻ കറക്റ്റായിട്ട് പറ്റാഞ്ഞത്. ഇത് ഇങ്ങനെ വരും, ഇങ്ങനെയാണിത് അറ്റാച്ചായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഇതിന് വരുന്നത്. കാരണം ഇതിന് മുകളിൽ ഈ ടാങ്ക് ഫിറ്റ് ചെയ്യുന്നിടത്തായിട്ടൊരു ഓറിങ് വരുന്നുണ്ട്. ഇത് ലീക്കാവാതെ ഇരിക്കാനുള്ള ഓറിങ്ങാണ് വരുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തി കഴിഞ്ഞാൽ ഇങ്ങനെ പോരും. ഇതിനുള്ളിൽ 2 ഹോള് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് മെയിൻ ഹോളാണ്, ഒന്ന് റിട്ടേൺ ഹോളുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ ഈ ഒരു ആംഗിളിലായിരിക്കും ഇത് കംപ്രസ് ചെയ്ത് നിൽക്കുന്നത്. ഇങ്ങനൊരു ആംഗിളിലായിരിക്കും കംപ്രസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ വാഷർ വന്നിട്ട് അകത്തോട്ടായിരിക്കും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്, അതായത് ഈ ഭാഗം. ഓക്കെ, അകത്തോട്ടായിരിക്കും ഇതിൻ്റെ പൊസിഷൻ വരുന്നത്. ഇതും അകത്തോട്ടായിരിക്കും പൊസിഷൻ വരുന്നത്. പക്ഷേ ഇത് വന്നിട്ട് ഓപ്പോസിറ്റിൽ ഇങ്ങോട്ടായിരിക്കും ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ ഭാഗം ഇങ്ങോട്ടായിരിക്കും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്, ഈ ഭാഗം അങ്ങോട്ടായിരിക്കും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അതായത് നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ വാഷർ ഇങ്ങോട്ട് തള്ളിക്കൊടുക്കുന്നു, ഈ വാഷർ ഇങ്ങോട്ട് തള്ളിക്കൊടുക്കുന്നു, ഈ വാഷർ വന്നിട്ട് ഇങ്ങോട്ടായിരിക്കും, കാരണം റിട്ടേണിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടായിരിക്കും തള്ളി കൊടുക്കുന്നത്. ഇത് അങ്ങോട്ട് പ്രസ് ചെയ്യുന്നതാണ്.
അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുവഴി ഫ്ലൂയിഡ് ഇറങ്ങുന്നു. നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓക്കെയാണ്. ഇത് വാഷർ കറക്റ്റായിട്ട് ടൈറ്റായിട്ട് നിൽക്കുന്നു. ഇതും വാഷർ കറക്റ്റായിട്ട് അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഈ വാഷർ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഈ വാഷർ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ തള്ളുന്ന സമയത്ത് ഇവിടെ ഇതിൽ ഒന്ന് താഴെ വരുന്നു. ഈ സെയിം പോർഷനിൽ തന്നെ താഴെയും പൈപ്പുകൾ നമ്മൾ ഫിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചേക്കാം. ഇങ്ങനെയാണ് കറക്റ്റ് പൊസിഷൻ വരുന്നത്. അപ്പോൾ തള്ളുന്ന സമയത്ത് നമ്മളിപ്പോൾ പിസ്റ്റൺ തള്ളി, അതായത് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഇതിനുള്ളിൽ കൂടെ ഫ്ലൂയിഡ് താഴോട്ടിറങ്ങുന്നു. അതുപോലെ തന്നെ ഇതിന് ഉള്ളിൽ കൂടെയും ഫ്ലൂയിഡ് താഴോട്ടിറങ്ങുന്നു. താഴോട്ടിറങ്ങിയിട്ട് ഈ വാഷർ ഇതിനുള്ളിൽ ജസ്റ്റ് പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലൂയിഡ് ഇതുവഴി കയറി അതുപോലെ അതേ സെയിം പ്രോസസ്സിൽ തന്നെ ഇവിടെയും ഫ്ലൂയിഡ് ഇറങ്ങുന്നുണ്ട്, ഇതും തള്ളുന്നുണ്ട്. ഓക്കെ, ഈ വാഷർ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇത് അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഈ വാഷർ നേരെ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നു. നമ്മൾ തള്ളുന്ന സമയത്ത് ഇത് തള്ളുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഷർ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, ഈ വാഷർ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, ഈ ലാസ്റ്റ് വാഷർ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ തള്ളുമ്പോൾ ഇതിനുള്ളിൽ ഇതുവഴി ഫ്ലൂയിഡ് വന്ന് നിറയുന്നു. ഫ്ലൂയിഡ് വന്ന് നിറയുമ്പോൾ അതേ പോർഷനിൽ തന്നെ ഇതിലും ഫ്ലൂയിഡ് വന്ന് നിറയുന്നു. നമ്മൾ തള്ളുമ്പോൾ ഈ ഫ്ലൂയിഡ് ഇതുവഴി ഈ ഹോള് കവറായി കിട്ടും. അതായത് ഇവിടുന്ന് ഈ ഹോള് കവറായിട്ട് ഇങ്ങോട്ട് മാറുന്നു. അപ്പോൾ ഇതുവഴി തള്ളുന്നു. അതായത് ഏകദേശം ഇത്രയും പോർഷനിൽ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ ഈ ഹോള് കവറായിട്ട് ഈ പോർഷൻ കവറായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഈ പോർഷനും കവറായിട്ട് മാറുന്നു. കവറായിട്ട് മാറുന്ന സമയത്ത് ഫ്ലൂയിഡ് തള്ളുന്ന സമയത്ത് ഇത് എൻ്റെ ലാസ്റ്റാണ്, ഈ വാഷറിൻ്റെ പോർഷനിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ വാഷറിൻ്റെ പോർഷൻ ഈ പോർഷനിൽ വരികയും ചെയ്യും. തള്ളുന്ന സമയത്ത് ഇതിനുള്ളിൽ വാഷർ ഇങ്ങോട്ട് ഇട്ടേക്കുന്നത് കൊണ്ട് ഈ ഫ്ലൂയിഡ് അങ്ങോട്ട് പോകാതെ ഇങ്ങോട്ട് തള്ളുന്ന സമയത്ത് ഇതുവഴി ഈ 2 പൈപ്പ് ലൈൻ വഴി ഫ്ലൂയിഡ് വെളിയിലോട്ട് തള്ളുന്നു. അതേ പോർഷനിൽ തന്നെ ഈ ഫ്ലൂയിഡും ഈ വാഷർ ഇങ്ങോട്ട് തള്ളുന്ന സമയത്ത് ഇതുവഴി ഫ്ലൂയിഡ് വെളിയിലോട്ട് തള്ളുന്നു. തള്ളി നമ്മൾ കാലെടുക്കുന്ന സമയത്ത് റിട്ടേൺ പോകുന്നു. ഇത് ഇങ്ങോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഫ്ലൂയിഡ് നേരെ റിസർട്ട് ടാങ്കിലോട്ട് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻ നടക്കുന്നത്. ഒരേ ടൈമിൽ തന്നെ നമ്മൾ തള്ളുന്ന സമയത്ത് ഈ 2 ഇതിൽ കൂടെയും ഫ്ലൂയിഡ് വെളിയിലോട്ട് വന്നിട്ട് ലൈനിൽ പോകുന്നു, ബ്രേക്ക് അപ്ലൈ ആവുന്നു, വീൽ സിലിണ്ടർ എക്സ്പാൻഡ് ചെയ്തിട്ട് ലൈനറിനെ ഡ്രമ്മുമായിട്ട് കൊള്ളിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ബ്രേക്ക്? അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉള്ളിൽ എയർ കയറി മീൻസ് നമ്മൾ വീൽ സിലിണ്ടർ ഒക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എയർ കയറുമ്പോൾ പെഡലില്ലാതെ വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഇതിനകത്ത് മാസ്റ്റർ സിലിണ്ടറിൽ അല്ലെങ്കിൽ ലൈനിലുണ്ട്. അപ്പോൾ എയർ ലൈനിലുണ്ട് എങ്കിൽ നമ്മൾ തള്ളുന്ന സമയത്ത് ഫ്ലൂയിഡിൻ്റെ കംപ്രഷനും എയറിനെ നമ്മൾ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എയർ ചുരുങ്ങും. മീൻസ് എയറിനെ നമുക്ക് എത്ര വേണമെങ്കിലും കംപ്രസ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. പക്ഷേ ഫ്ലൂയിഡിനെ നമുക്ക് കംപ്രസ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ ലൈനിൽ എയർ കയറുമ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് എയർ കംപ്രസ് ആവുന്നു. അപ്പോൾ പെഡൽ താന്നു പോകുന്നു. എയർ കംപ്രസ് ആവുന്ന സമയത്ത് പെഡൽ താന്നു പോകുന്നു. പെഡൽ നമ്മൾ ചവിട്ടുമ്പോൾ എയറിനെ കംപ്രസ് ചെയ്യുന്നു. ഫ്ലൂയിഡ് എത്ര കംപ്രസ് ചെയ്താലും ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുകയുള്ളൂ. പക്ഷേ എയർ ലൈനിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടുന്ന സമയത്ത് പെഡൽ കുറച്ചുകൂടെ താന്ന് പോകും. ആ എയർ കംപ്രസ് ചെയ്യുന്ന ആ ടൈമാണ് കുറച്ചുകൂടെ താന്നു പോകുന്നത്. അതിനാണ് നമ്മൾ സിലിണ്ടറൊക്കെ മാറിക്കഴിഞ്ഞാൽ എയർ കറക്റ്റായിട്ട് തന്നെ എടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. എയറിൻ്റെ കംപ്രഷൻ വാല്യൂവും അതുപോലെ തന്നെ ഫ്ലൂയിഡിൻ്റെ കംപ്രഷൻ വാല്യൂവും വ്യത്യാസമുണ്ട്. ഫ്ലൂയിഡിനെ നമുക്ക് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കംപ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുള്ളിൽ ഫ്ലൂയിഡ് കംപ്രസ് ആവില്ല. പക്ഷേ എയർ നമുക്ക് എത്ര വേണമെങ്കിലും കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വരും. അതുകൊണ്ടാണ് ഈ എയർ കയറി കഴിയുമ്പോൾ പെഡൽ താഴോട്ട് പോകാനുള്ള അവസ്ഥ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ ഫംഗ്ഷൻ നടക്കുന്നത്. പ്രസ് ചെയ്യുന്നു, ഒരു വാഷർ തിരിച്ചിങ്ങോട്ടായിരിക്കും വരുന്നത്. ഇതിൽ 2 പിസ്റ്റണാണ് ഇതിൽ വരുന്നത്. ഇതൊരു പിസ്റ്റൺ, ഇതിൽ 2 വാഷർ വരുന്നു, ഇതിലും 2 വാഷർ വരുന്നു. ഇതിന് വേറെ ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ ലോക്കിൽ കയറ്റിയിടുന്നു, ഈ സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് അഴിച്ചു നോക്കാനായിട്ട് ജസ്റ്റ് ഇതിനുള്ളിലൊരു സ്റ്റാർ ഉണ്ട്. ഈ സ്റ്റാർ നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ ഇതും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, ഇതും ഈ ആംഗിളിൽ തന്നെ ഇതേ പോർഷനിൽ തന്നെയാണ് ഇതും വരുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് പിസ്റ്റനാണ്. ഇവിടെ ഒരു വാഷർ വരുന്നു, ഇവിടെ റബ്ബർ വാഷർ വരുന്നു, ഇവിടെ ഒരു പ്ലേറ്റ് വാഷർ വരുന്നു. കാരണം ഇതിന് റബ്ബറിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ പ്ലേറ്റ് വാഷർ കൊടുത്തേക്കുന്നത്. റബ്ബർ വാഷർ വരുന്നു, ഈ സ്ക്രൂ വന്നിട്ട് ഇതിനുള്ളിൽ അറ്റാച്ചായിട്ട് ടൈറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇങ്ങനെയാണിത് വരുന്നത്. ഇങ്ങനെയാണിത് വരുന്നത്. അപ്പോൾ ഈ വാഷർ ഇങ്ങോട്ട് കൊടുത്തേക്കുന്നതിൻ്റെ കാര്യം റിട്ടേൺ ഫ്ലൂയിഡ് ഇറങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഈ ഏത് സമയത്താണ് നമുക്ക് ഇപ്പോൾ ലീക്ക് വരുന്നത്? മീൻസ് ഇത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഈ വാഷർ ഒതുങ്ങിയിട്ട്
ഇതിന് ഒപ്പമായി അതേപോലെ തന്നെ ഇതും ഒപ്പമായി. ഇപ്പോൾ ഒപ്പമായി കഴിയുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, സിലിണ്ടറിനകത്തിൽ കൂടെ തന്നെ ഈ ഫ്ലൂയിഡ് ഇതുവഴി ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെയും വാഷർ തള്ളാനുള്ള ഗ്യാപ്പില്ല. ഈ വാഷർ തള്ളാനുള്ള ഗ്യാപ്പില്ലാതെ ഇത് ഒതുങ്ങിപ്പോയി കഴിയുമ്പോൾ ഈ വാഷർ ഈ ഫ്ലൂയിഡിൻ്റെ സൈഡിൽ കൂടെ വന്ന് ഈ പുറത്തൂടെ വെളിയിലോട്ട് ഒഴുകും. അങ്ങനെയാണ് ലീക്ക് ആവാനുള്ള കാരണം വരുന്നത്. കാരണം ഈ കുറേ വർക്കിംഗ്, അതുപോലെ തന്നെ ലീക്കാവാൻ വേറെ കാരണം ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ മാറാതിരിക്കുന്ന അവസ്ഥയിൽ ബ്രേക്ക് ഫ്ലൂയിഡിൽ ഒരു കരി വരും, ഒരു കറുത്ത കരി പോലുള്ള ഒരു റിയാക്ഷൻ വന്നിട്ട് ഈ വാഷറിനെ ഡാമേജ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഈ ഫ്ലൂയിഡ് വെളിയിലോട്ട് വന്നിട്ട് പുറത്തോട്ട് ഒഴുകുന്നത്. അതാണ് ലീക്ക് ആവാനുള്ള കാരണം. ഇപ്പോൾ ഈ എയർ വരാനുള്ള കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ലൈനിൽ ഇപ്പോൾ സിലിണ്ടർ മാറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈൻ പൊട്ടിച്ചിട്ട് അതിനകത്ത് എയർ കയറിയിട്ടുണ്ടെങ്കിൽ ഫ്ലൂയിഡ് എയറോടെ മിക്സ് ആവും. നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഫ്ലൂയിഡ് കംപ്രസ് ആവും, പക്ഷേ എയർ അമങ്ങി പോകും. അപ്പോൾ നമ്മൾ പെഡൽ ചവിട്ടുന്ന സമയത്ത് പെഡൽ ഒരു പരിധി വരെ ചവിട്ടി നിർത്തി പിന്നെയും പെഡൽ പെതുക്കെ താഴോട്ട് പോകും. മീൻസ് അത് എയർ കയറുന്നുണ്ട്. ലീക്കായാലും അതേ പൊസിഷനിൽ വരാം. അപ്പോൾ നമ്മൾ മാസ്റ്റർ സിലിണ്ടർ മാറുമ്പോൾ എയർ എടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഒരു വാഷർ പുറത്തോട്ട് വരുന്നു, ഈ വാഷറും ഒരു വാഷർ മാത്രമേ റിട്ടേണിൽ പുറത്തോട്ട് നിൽക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം അകത്തോട്ട് പ്രസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ വാഷർ നിൽക്കുന്നത്. ഇതിനുള്ളിൽ 2 ഹോൾ വരുന്നു. ഇത് ഇടാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൽ കയറ്റിയിടുക. ഇതിൽ ഒരു പ്ലേറ്റ് വാഷർ വരുന്നുണ്ട്. ഇതിന് നേരത്തെ നമുക്ക് വാഷർ മാത്രം മേടിക്കാൻ കിട്ടുന്നു, പക്ഷേ ഇപ്പോൾ വാഷർ കിട്ടാനില്ല, അസംബ്ലിയാണ് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇടുന്നു. ഇതിങ്ങനെ നേരെ ഇതിനുള്ളിലായിട്ട് കയറ്റിയിട്ടിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട്, ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് പിസ്റ്റൺ ലോക്ക് ചെയ്യുന്നത്. പ്രസ് ചെയ്യുന്നു, ഇവിടെ ആ സ്ക്രൂ ഇടുന്നു. ആ സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ പുറത്തോട്ട് വരില്ല. ഓക്കെ, പുറത്തോട്ട് വരില്ല, സ്റ്റക്കായിട്ട് തന്നെ ഇതിനുള്ളിൽ ലോക്കായിട്ട് തന്നെ നിൽക്കും. നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഈ ഒരു ആക്ഷൻ കിട്ടുകയും ചെയ്യും. ഇനി ഇത് കയറ്റിയിടുന്നത്, ഇത് ജസ്റ്റ് കയറ്റിയിട്ട് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇത് നമ്മൾ കയറ്റിയിടുന്നത്, ഇത് ജസ്റ്റ് പ്രസ് ചെയ്യുന്നു. ഈ ലോക്ക് പ്രസ് ചെയ്തതിന് ശേഷം ഈ വാഷർ ഇതിനുള്ളിൽ കയറ്റിയിടുന്നു. ഈ ലോക്ക് നമ്മൾ ഇതിനുള്ളിലായിട്ട് കറക്റ്റായിട്ട് സർക്കിൾ ലോക്ക് ചെയ്തിടുന്നു. ഇത് ലോക്ക് ചെയ്ത് ഇടാനായിട്ട് ഇതിനുള്ളിൽ ഇവിടെ ഒരു ഗ്രൂവ് വരുന്നുണ്ട്. ഈ ഗ്രൂവിലാണ് ഈ ലോക്ക് വന്നിട്ട് അറ്റാച്ചായിട്ട് നിൽക്കുന്നത്. ഇത് നേരെ ബ്രേക്ക് പെഡലിലോട്ട് പോകുന്ന കണക്ഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടറിനുള്ളിൽ 2 പിസ്റ്റൺ വരുന്നു, സ്പ്രിങ്, വാഷർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ, ഏത് വണ്ടിയുടെയും മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഫംഗ്ഷനാണ് ഇങ്ങനെയാണ് നടക്കുന്നത്. ചില വണ്ടിയിൽ ഈ 2 പൈപ്പേ കാണത്തുള്ളൂ. 2 പൈപ്പ് വന്നിട്ട് ഒരു എക്സ്പാൻഷൻ വാൽവ് വന്നിട്ട് അതുവഴിയാണ് ബാക്കിലോട്ട് 2ഉം 4 വീലിലോട്ടൊക്കെ പോകുന്ന ഒരു സിസ്റ്റം. ഹുണ്ടായുടെ വണ്ടിയിലൊക്കെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ടൊയോട്ടയുടെ വണ്ടിയിലൊക്കെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇത് മാരുതിയുടെ മാസ്റ്റർ സിലിണ്ടറാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് മാസ്റ്റർ സിലിണ്ടറിനുള്ളിലെ കാര്യങ്ങളും അതുപോലെ തന്നെ വാഷറും കാര്യങ്ങളും ഒക്കെയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.